ആറ്റിങ്ങൽ പട്ടണം ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു പട്ടണം. എന്നാൽ ഇന്ന് ഈ വെളുപ്പാങ്കാലം 5 മണി നേരത്ത് പട്ടണവും അതിലെ അന്തേവാസികളുമെല്ലാം സുഖസുഷുപ്തിയിലാണ്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രം അല്പം ആളനക്കമുണ്ട്. എൻ്റെ ഈ യാത്ര കാരോട്ടേക്കാണ്. കാരോട് NH-66 കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്, അഥവാ കേരളത്തിൻ്റെ തെക്കേ അതിർത്തി. ഡയലോഗ് മാത്രം അടിച്ചാൽ വണ്ടി ഓടില്ലല്ലോ, അതുകൊണ്ട് അല്പം ഡീസൽ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഒരുപാട് കാലമായി പ്ലാൻ ചെയ്യുന്നതാണ് കുടുംബവുമൊത്തുള്ള ഒരു മൂകാംബിക യാത്ര. ഇപ്പോഴാണ് അതിനുള്ള അവസരം ഒത്തുവന്നത്. ഡീസലൊക്കെ അടിച്ച് തിരുവനന്തപുരം ബൈപ്പാസിൽ കൂടെയുള്ള യാത്ര തുടരുകയാണ്. നാഗർകോവിലേക്കും കന്യാകുമാരിയിലേക്കുമൊക്കെയുള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും തമിഴ്നാട് NH-66 റീച്ചിൻ്റെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു മൂകാംബിക യാത്രയുടെ വ്ളോഗാണെങ്കിലും നമ്മുടെ ചാനലിൽ NH-66 പണികൾ സ്ഥിരം കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു പോർഷൻ കൂടി ഉൾപ്പെടുത്താം എന്ന് കരുതുന്നു. എന്നാൽ ആറ്റിങ്ങൽ മുതൽ തലപ്പാടി വരെ ചെയ്യുന്നതിൽ ഒരു പൂർണ്ണതക്കുറവ് ഉള്ളതുകൊണ്ട് യാത്രയ്ക്ക് 2 ദിവസം മുന്നേ കാരോട് മുതൽ ആറ്റിങ്ങൽ വരെയുള്ള പോർഷൻ കവർ ചെയ്യാനാണ് ഈ യാത്ര. തമിഴ്നാട്ടിലേക്ക് സ്വാഗതം ചെയ്തുള്ള ബോർഡ് കാണാം. എന്നാൽ ഇവിടം വരെ റോഡ് ഗതാഗതം സാധ്യമാവുകയുള്ളൂ, അങ്ങോട്ടുള്ള പണികൾ നടക്കുന്നതേ ഉള്ളൂ. തിരിച്ച് കേരളത്തിലേക്ക് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയായ കാരോട് നിന്ന് വടക്കേ അതിർത്തിയായ തലപ്പാടി വരെയുള്ള യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. NH-66 കൂടിയാണ് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്തുള്ള പൻവേൽ വരെ നീളുന്ന ഒരു ദേശീയപാതയാണ് NH-66. അത് കാരണം മുംബൈ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ സൈൻ ബോർഡുകളിലും കാണാം. കേരളത്തിലെ ആദ്യത്തെ ടോൾ പ്ലാസയായ തിരുവല്ലം ടോൾ പ്ലാസയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് വെഹിക്കിൾസിന് 160 രൂപയാണ് വൺ വേ ചാർജ്. പിന്നെ എൻ്റെ ഈ യാത്ര സ്പീഡ് റെക്കോർഡ് സെറ്റ് ചെയ്യാനുള്ള ശ്രമമൊന്നുമല്ല, കുടുംബവുമൊത്തുള്ള ഒരു നോർമൽ സ്പീഡിലുള്ള യാത്രയാണ്. എന്നെക്കാളും വേഗതയിലെത്തുന്നവരും ഉണ്ടാവാം, എന്നെക്കാളും പതുക്കെ എത്തുന്നവരും ഉണ്ടാവാം. ഞാൻ ഡ്രൈവ് ചെയ്ത കണ്ടീഷൻസിൽ എനിക്ക് എടുത്ത സമയമാണ് മെൻഷൻ ചെയ്യുന്നത്. തിരുവനന്തപുരം ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട് റാഡിക്കേഷൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈഞ്ചക്കലിലും ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുകയാണ്. കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ തെക്കേ അപ്രോച്ചിലെത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവർ കയറി ഇറങ്ങുന്നതോടുകൂടി NH-66 നിലവിലെ വൈഡനിങ് പണികൾ തുടങ്ങുന്ന സ്ഥലമായി. നമ്മുടെ സ്ഥലപ്പേരുകളെല്ലാം ഇംഗ്ലീഷിൽ പല സ്പെല്ലിങ്ങുകളിൽ എഴുതുന്നുണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഗൂഗിൾ മാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പെല്ലിംഗാണ് ഞാനും ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം ബൈപ്പാസിൽ കഴക്കൂട്ടം ഫ്ലൈ ഓവർ തുടങ്ങുന്നിടം വരെ പല സ്ഥലങ്ങളിലായി അറ്റ്ഗ്രേഡ് ജംഗ്ഷനുകൾ ഉണ്ടെങ്കിലും ഫ്ലൈ ഓവർ കഴിഞ്ഞ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങും അറ്റ്ഗ്രേഡ് ജംഗ്ഷനുകളോ സിഗ്നലുകളോ യൂട്ടേണുകളോ ഒന്നും ഉള്ളതായി അറിവില്ല. തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഒരു സിഗ്നൽ ഉള്ളതിന് അണ്ടർപാസിന് ടെൻഡർ ക്ഷണിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട്.
കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ വടക്കേ ലാൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാടി വരെയും NH-66 വീതി കൂട്ടുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ്. ആറ്റിങ്ങൽ പട്ടണത്തിൽ തിരികെ എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസ് ചെന്ന് അവസാനിക്കുന്ന ആഴാങ്കോണം വരെ ഷൂട്ട് ചെയ്തിട്ട് ഈ സെഗ്മെൻ്റ് അവസാനിപ്പിക്കാം. ആറ്റിങ്ങൽ ബൈപ്പാസ് വരുന്നതോടുകൂടി ആറ്റിങ്ങൽ പട്ടണം ദീർഘദൂര യാത്രക്കാർക്ക് സൈൻ ബോർഡുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകും. അപ്പോൾ ആ ഒരു വിഷമം ഒഴിവാക്കാനായിരിക്കാം കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെ ആറ്റിങ്ങൽ റീച്ച് ഉൾപ്പെടുന്ന പണികൾ വളരെ സ്ലോ ആക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വേനലവധി സമയമായത് കാരണവും 7:30 മണി ആയതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും ആറ്റിങ്ങൽ ടൗൺ കടന്നു കിട്ടാൻ വലിയ വിഷമം വേണ്ടി വന്നില്ല. എന്നാൽ വർക്കിംഗ് ഡേയ്സിൽ ഒരു 8:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ടൗൺ ക്രോസ് ചെയ്യാൻ 1/2 മുതൽ 3/4 മണിക്കൂർ വരെ എടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിർദ്ദിഷ്ട ആറ്റിങ്ങൽ ബൈപ്പാസ് നിലവിലെ NH-66 വന്ന് ചേരുന്ന ആഴാങ്കോണത്തെത്തിയിട്ടുണ്ട്. ഇവിടം വരെയാണ് ഞാൻ യാത്രയ്ക്ക് മുൻപുള്ള ദിവസം പോയി ഷൂട്ട് ചെയ്തത്. ബാക്കിയുള്ള കാഴ്ചകൾ യാത്രാ ദിവസം തന്നെ ഷൂട്ട് ചെയ്തതാണ്. ഇവിടം വരെ എത്താൻ ഏകദേശം എടുത്ത സമയവും സ്പീഡും എല്ലാം GPS ട്രാക്കായി കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ദൂരം ഈ ഒരു സമയം കൊണ്ട് കവർ ചെയ്യാൻ സാധിച്ചത് വെളുപ്പാങ്കാലത്തെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് കൊണ്ടാണ്. പ്രവൃത്തി സമയം തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ 1 മണിക്കൂർ കൂടി അധികമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. GPS റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നൊരു 4 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു 63 കിലോമീറ്റർ ദൂരം ഓടാനെടുത്തത് 1 മണിക്കൂർ 11 മിനിറ്റാണ്. ആവറേജ് സ്പീഡ് 55.4 km/h. യാത്രയ്ക്ക് മുൻപുള്ള ദിവസം വാഹനത്തിന് അല്പം അറ്റകുറ്റപ്പണിയും സർവീസിങ്ങും അലൈൻമെൻറ്റ് ചെക്കിങ്ങൊക്കെ കടന്നുപോയി. മൂകാംബികയിലോട്ടുള്ള യാത്ര പുറപ്പെട്ട് വീണ്ടും ആഴാങ്കോണത്തെത്തിയിരിക്കുകയാണ്. ഇത് ഏപ്രിൽ 20, 2025 ഞാനും ഭാര്യയും മകനും ഭാര്യാമാതാവുമാണ് ഈ യാത്രയിലെ അംഗങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് മൂകാംബിക വരെ ഡ്രൈവ് ചെയ്യാൻ വിഷമമൊന്നുമില്ല. എന്നാൽ യാത്രയിലെ മറ്റംഗങ്ങളുടെ കാര്യം കൂടി പരിഗണിച്ച് ഇന്നത്തെ യാത്ര കോഴിക്കോട് രാമനാട്ടുകര വരെയാണ്. തുടർന്നുള്ളത് നാളെയും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സഫാരിയുമായി ഗുജറാത്ത് വരെയൊക്കെയുള്ള റോഡ് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളം മുറിച്ച് കിടക്കുന്നത് 16 വർഷത്തിന് ശേഷമാണ്. നമ്മുടെ ദേശീയപാതയുടെ
ദുരവസ്ഥ തന്നെയാണ് അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ച ഒരു ഘടകം. ഇത് പിന്നെ ഒരാവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. കല്ലമ്പലം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്നാണ് പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിലേക്കുള്ള റോഡ് തിരിയുന്നത്. യാത്ര ചെയ്ത് കടമ്പാട്ടുകോണത്തെത്തി. കടമ്പാട്ടുകോണമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി. NH-744 കൊല്ലം മധുര ദേശീയപാതയുടെ പുതിയ ഗ്രീൻഫീൽഡ് സെക്ഷൻ ഈ പ്രദേശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വന്ന് NH-66 ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർചേഞ്ച് വരാനുള്ള സാധ്യതയും ഉണ്ട്. കടമ്പാട്ടുകോണത്തുനിന്നാണ് ശിവാലയയുടെ കൊല്ലം റീച്ചും സ്റ്റാർട്ട് ചെയ്യുന്നത്. RDS പണിയിട്ട് ഇഴയ്ക്കുന്ന തിരുവനന്തപുരം റീച്ചിനെ അപേക്ഷിച്ച് ശിവാലയയുടെ കൊല്ലം റീച്ചിൽ പണികൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന കൊട്ടിയത്ത് ഏത് നേരത്തും ബ്ലോക്കാണ്. ഞാൻ എത്തുന്നതിനും 2 മണിക്കൂർ മുന്നേ ഇതുവഴി പാസ് ചെയ്ത അവിയൽ വീഡിയോ 1 മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിവിടെ കിടന്നതായി പറഞ്ഞു. ഭാഗ്യവശാൽ ഉച്ച സമയമായതുകൊണ്ടാവാം എനിക്ക് 10 മിനിറ്റ് കൊണ്ട് കൊട്ടിയം ക്രോസ് ചെയ്യാൻ സാധിച്ചു. ഏതായാലും കൊട്ടിയത്തെ കാഴ്ചകൾ 2x സ്പീഡിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കൊട്ടിയത്തെ ഫ്ലൈ ഓവർ മുന്നിലായി കാണാം. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് നിലവിൽ നടന്നു വരുന്നത്. കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മേവറത്ത് എത്തിയിട്ടുണ്ട്. ഇടത്തേക്ക് കൊല്ലം സിറ്റിയും വലത്തേക്ക് ബൈപ്പാസ് വഴി കൊല്ലം ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യാവുന്നതാണ്. മേവറത്തും അണ്ടർപാസിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയൊക്കെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൊല്ലം ബൈപ്പാസ് ഓടിത്തീർന്ന് കാവനാട് എത്തിയിട്ടുണ്ട്. കാവനാടാണ് ബൈപ്പാസ് വന്ന് ഇറങ്ങുന്ന ഭാഗം. ബൈപ്പാസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. പണി പൂർത്തിയായി കഴിയുമ്പോൾ ബൈപ്പാസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. NH66 മാത്രമേ ഉള്ളൂ, അതറിയാം. കൊല്ലം ബൈപ്പാസിൽ അല്പം നീളം കൂടിയ പാലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പണികൾ അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടുകൂടി ഒരുപക്ഷെ കൊല്ലം ബൈപ്പാസ് സ്ട്രെച്ച് പൂർണ്ണമായി സജ്ജമായേക്കാം. കൊല്ലം ബൈപ്പാസ് ആദ്യഘട്ടമായി ഓപ്പൺ ചെയ്തപ്പോഴുള്ള ടോൾ പ്ലാസയൊക്കെ ഇപ്പോൾ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസിലായി പണി പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ടോൾ പ്ലാസ ഉണ്ടാവില്ല. ചവറ KMML മുന്നിലായി എത്തുമ്പോൾ KMML എന്ന് പറയുന്നൊരു വലിയ സ്ഥാപനമുണ്ട് എന്ന് മാത്രമല്ല, ചവറയിൽ നിന്നും ശാസ്താംകോട്ടയിലേക്കും ഭരണിക്കാവിലേക്കുമൊക്കെ പോകുന്ന ഒരു വലിയ പാതയും കൂടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാമാന്യം വലിയൊരു അണ്ടർപാസാണ് KMML മുന്നിലായി അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്രോച്ച് റോഡുകളുടെ പണി പുരോഗമിക്കുന്നു. കരുനാഗപ്പള്ളി ടൗണിലും ഫ്ലൈ ഓവർ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാവണം വലിയ ഗതാഗത കുരുക്കിൽപ്പെടാതെ ഇവിടുന്നും രക്ഷപ്പെട്ടു. കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവർ ഈ വർഷം പൂർത്തിയാകുമോ എന്ന് സംശയമുണ്ട്. ഫ്ലൈ ഓവറുകളുടെ പൈലിംഗ് തന്നെ പൂർത്തിയായിട്ടില്ല. അനുബന്ധ റോഡുകളുടെയും പണി തുടങ്ങിയിട്ടില്ല. മഴക്കാലവും വരുന്നു. എൻ്റെ ഒരു ഊഹത്തിൽ അടുത്ത വർഷത്തേക്ക് നീളാനാണ് സാധ്യത. കരുനാഗപ്പള്ളിയിൽ വെച്ച് അവിയൽ വീഡിയോയെ കാണാനിടയായ ഒരു സന്ദർഭവും കൂടി ഉണ്ടായി. സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ യാത്രയുള്ളത് കാരണം അതധികം നീണ്ടില്ല. ഓച്ചിറയിൽ വരുന്ന ടോൾ പ്ലാസ ഇവിടെയാണ്. കൊല്ലത്തെ രണ്ടാമത്തെ ടോൾ പ്ലാസയാണ്. ആദ്യത്തേത്
പാരിപ്പള്ളിക്ക് സമീപം കല്ലുവാതുക്കലിനായിട്ടാണ് NH-66 നേരെ കടന്നു പോവുകയാണ്. എന്നാൽ അവിടെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡുകളുടെ പണി നടക്കുന്നത് കാരണം ഗതാഗതം നിലവിൽ ഓച്ചിറ ടൗണിൽ കൂടിയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇടതുവശത്തായി പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കാണാം. വലതുവശത്തായി ഓച്ചിറ അണ്ടർപാസിൻ്റെ വടക്കേ അപ്രോച്ച് വന്നിറങ്ങുന്നത് കാണാം. ഓച്ചിറ കഴിയുന്നതോടുകൂടി കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കായംകുളം എത്തുന്നതിന് മുന്നായി ഒരു ചെറിയ ബ്രേക്ക് ഡീസൽ അടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ ആറ്റിങ്ങൽ നിന്ന് കായംകുളം വരെയുള്ള 70 കിലോമീറ്റർ ദൂരം ഓടാൻ 2 മണിക്കൂർ 21 മിനിറ്റാണ് എടുത്തത്. ആവറേജ് സ്പീഡ് വെറും 29.8 km/h. ചേപ്പാടുള്ള പുരാതനമായ സെൻറ് ജോർജ് പള്ളി ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പൊളിക്കേണ്ടതായിരുന്നു. അവിടെയുള്ള ചുമർചിത്രങ്ങൾ സംരക്ഷിക്കാനായി ASI ഇടപെട്ടതിനെ തുടർന്ന് ഇവിടെ ഒരു വയാഡക്റ്റ് ആണ് അവസാനമായി അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ പണികളാണ് നടന്നു വരുന്നത്. ഹരിപ്പാട് എത്തിയപ്പോൾ 3:49 വൈകുന്നേരം. ചൂടിനപ്പോഴും ഒരു കുറവില്ല. കാറിൽ AC ഇട്ട് യാത്ര ചെയ്തിട്ട് കൂടി വിയർത്തൊലിക്കുകയായിരുന്നു.
ഹരിപ്പാട് അനുവദിച്ച ഫ്ലൈ ഓവറിൻ്റെയും പണികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ അപ്രോച്ച് റോഡുകളുടെ ഒന്നും പണി നടന്നതായി കണ്ടില്ല. ഇപ്പോൾ സൂര്യൻ നേരെ മുന്നിലാണ്. അതിൻ്റെ ഒരു വ്യക്തതക്കുറവ് ദൃശ്യങ്ങളിൽ കാണാം. ഹരിപ്പാട് മാധവ ജംഗ്ഷനിലെത്തുമ്പോൾ ഇവിടുന്നാണ് എടത്വയിലേക്കും മണ്ണാർശാല ക്ഷേത്രത്തിലേക്കുമൊക്കെ തിരിയുന്ന റോഡ്. അത് കാരണം ഇവിടെയും ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി പുരോഗമിക്കുന്നു. തോട്ടപ്പള്ളിയിൽ എത്തുമ്പോൾ സ്പിൽവേ ആണ് മുന്നിൽ കാണുന്നത്. അവിടെ നിലവിലുള്ളത് ഒരു ഇടുങ്ങിയ ഒരു പാലമാണ്. അതിന് സമാന്തരമായി വരുന്ന പാലങ്ങളുടെയൊക്കെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാലങ്ങൾക്ക് ആവശ്യമുള്ള ഗർഡറുകളെല്ലാം ഇവിടെ ഇടതുവശത്ത് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. കളർകോടാണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വലത്തേക്ക് തിരിഞ്ഞാൽ ആലപ്പുഴ ടൗണും, നേരെ പോയാൽ ബൈപ്പാസിൽ കൂടി ആലപ്പുഴ ടൗൺ ക്രോസ് ചെയ്ത് കൊമ്മാടിയിലും എത്താം. എല്ലാ ബൈപ്പാസുകളുടെയും തുടക്കത്തിലുള്ള ഗ്രേഡ് സെപ്പറേറ്റർ ആലപ്പുഴ ബൈപ്പാസിൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.
ആലപ്പുഴ ബൈപ്പാസിൻ്റെ ബീച്ചിന് സമീപത്തെ എലവേറ്റഡ് പോർഷനിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തായി പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ കാണാം. അവിടെയൊക്കെ ഡെക്ക് കോൺക്രീറ്റിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ അത്ര വ്യക്തമല്ല. പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതിന് സമാന്തരമായൊരു എലിവേറ്റഡ് പോർഷൻ തന്നെയാണ്. എന്നാൽ നിലവിലുള്ള പോർഷൻ 2 വരിയിലാണെങ്കിൽ പുതുതായി പണി കഴിപ്പിക്കുന്നത് 3 വരിയുടെ വീതിയിലാണ്. ആലപ്പുഴ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കൊമ്മാടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു അണ്ടർപാസിൻ്റെ പണി പുരോഗമിക്കുന്നു. ഇവിടെയാണ് മുൻപ് ഒരു ടോൾ ബൂത്ത് സ്ഥാപിച്ചത്. എന്നാൽ അത് ഒരിക്കലും പ്രവർത്തിപ്പിച്ചതായി കണ്ടില്ല. അതിനു മുമ്പ് തന്നെ ദേശീയപാതയുടെ വികസനം വരികയും അത് പിന്നീട് ഉപേക്ഷിക്കുകയുമാണ് ഉണ്ടായത്. വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു സിഗ്നലിംഗ് സിസ്റ്റം ഉള്ള ഒരു ജംഗ്ഷനാണ് കൊമ്മാടി. എന്തായാലും ദേശീയപാത വികസനം വരുന്നതോടുകൂടി ആ ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ചേർത്തല എക്സ്റേ ജംഗ്ഷനിലെ അണ്ടർപാസിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലത്തേക്ക് തിരിഞ്ഞാൽ ചേർത്തല ടൗണിലേക്ക് പോകാം. NH66 നേരെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അണ്ടർപാസിൽ ഗർഡർ ലോഞ്ചിങ് ഒന്നും നടന്നിട്ടില്ല. അതേപോലെ തന്നെ അപ്രോച്ച് റോഡുകളുടെ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. AS കനാലിന് കുറുകെയുള്ളൊരു ചെറുപാലത്തിൻ്റെ നിർമ്മാണമാണ് നടന്നു വരുന്നത്. ചായ കുടിക്കാൻ വേണ്ടി വഴിയരികിലെ ഒരു തട്ടുകടയിൽ നിർത്തിയതാണ്. ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടുകൂടി ഈ ഒരു കാഴ്ചയും വിസ്മൃതിയിലാകും. കായംകുളം മുതൽ
ചേർത്തല വരെയുള്ള ഉദ്ദേശം 63 കിലോമീറ്റർ ദൂരം ഓടാനെടുത്തത് 1 മണിക്കൂർ 35 മിനിറ്റാണ്. അതിൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. അത് കാരണം ആവറേജ് സ്പീഡ് 39.6 km/h. തുറവൂർ എത്തുമ്പോൾ തുറവൂരിൽ നിന്ന് അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേയുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗാൻട്രി ക്രെയിനൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്തേക്ക് ഡെക്ക് കോൺക്രീറ്റിംഗ് നടന്നിട്ടുണ്ട്. പൊതുവിൽ വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് എന്ന് വാർത്തകളിൽ കണ്ടിരുന്നു, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിൽ. ഇന്നെന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ടാവണം ഗതാഗതക്കുരുക്കൊന്നും ഇല്ലാതെ കഴിഞ്ഞു കിട്ടി. ഈ ഒരു ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ നിർമ്മാണമാണ് നിലവിൽ നടന്നു വരുന്നത്. എലിവേറ്റഡ് ഹൈവേയിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ള റാമ്പിന് വേണ്ടിയുള്ള പിയറുകളുടെയൊക്കെ നിർമ്മാണം ഇടതുവശത്ത് നടക്കുന്നതായി കാണാം. തുറവൂർ ഭാഗത്തു നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് ചന്തിരൂരിലാണ് ഈ ഒരു റാമ്പ് വരുന്നത്. NH-66 നിന്ന് കൊച്ചിയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയി അരൂരിനെ പറയാം. ഇവിടെ ആണ് നിലവിലെ ഫ്ലൈ ഓവർ വന്ന് ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഇടപ്പള്ളി വരെ നീട്ടുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ DPR പ്രിപ്പറേഷനിലാണ് എന്നും പറയുന്നത് കേട്ടു. അത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ഫ്ലൈ ഓവർ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കാം. അതിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാം എന്തായാലും.
എറണാകുളം ബൈപ്പാസിലെ പാലങ്ങളിലേക്കുള്ള എൻട്രിയും എക്സിറ്റും എപ്പോഴും ഒരു റഫായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരുപക്ഷെ മണ്ണിൻ്റെ ഉറപ്പ് കുറവും ഉണ്ടാകാം. ഏപ്രിൽ 20, 2025 അനുഭവമാണ്. തിരുവല്ലം ടോൾ പ്ലാസ കഴിഞ്ഞ് കുമ്പളം ടോൾ പ്ലാസയിൽ മാത്രമേ ടോള് നൽകേണ്ടതായിട്ടുള്ളൂ. കാറുകൾക്ക് 50 രൂപയാണ് ഇവിടുത്തെ ടോള്. എന്നാൽ ദേശീയപാത വികസനം പൂർത്തിയാകുമ്പോൾ ഇതായിരിക്കില്ല സ്ഥിതി. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഫാസ്ടാഗ് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തി വയ്ക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഇടപ്പള്ളി. 2 സുപ്രധാനമായിട്ടുള്ള ദേശീയപാതകൾ, അതായത് NH 66 NH 544 സംഗമിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുമാത്രമല്ല 2 നിരയായി 2 ബ്രിഡ്ജുകളും ഇവിടെ ഉണ്ട്. ഒന്ന് മെട്രോയ്ക്ക് വേണ്ടിയുള്ളതും ഒന്ന് റോഡിന് വേണ്ടിയുള്ളതും. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ജംഗ്ഷൻ ഒഴിവാക്കാനായി ദേശീയപാത അതോറിറ്റി എന്താണ് ചെയ്യുക എന്ന് ഇതുവരെ വ്യക്തമല്ല. നിലവിലെ DPR പഠനങ്ങൾക്കൊക്കെ ശേഷം മാത്രമേ അതിലൊരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്ന് കരുതുന്നു. ഇവിടെയും ലുലുവിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിന് സമീപമായി ഒരു അണ്ടർപാസ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. പറവൂരിൽ എത്തിയപ്പോൾ രാത്രിയായി. 17 വർഷം പഴയ വണ്ടിയുടെ വിൻസ്ക്രീനിൽ കൂടി 10 വർഷം പഴയ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾക്ക് വ്യക്തത കുറവുണ്ടാകും. പറവൂർ ബൈപ്പാസ് ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് താരതമ്യേന ഇടുങ്ങിയതും തിരക്ക് പിടിച്ചതുമായ ടൗണിനുള്ളിൽ കൂടിയാണ് നിലവിൽ ഗതാഗതം പാസ് ചെയ്യുന്നത്.
കൊടുങ്ങല്ലൂരൊക്കെ ക്രോസ് ചെയ്ത് മതിലകത്തിന് മുന്നിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ചേർത്തല മുതൽ മതിലകം വരെയുള്ള ഉദ്ദേശം 74 കിലോമീറ്റർ ദൂരം ഓടാനെടുത്തത് 2 മണിക്കൂർ 35 മിനിറ്റാണ്. ആവറേജ് സ്പീഡ് വളരെ ദയനീയമായ 28.5 km/h. ആഹാരമൊക്കെ കഴിച്ച് തൃപ്രയാറിലെത്തിയിട്ടുണ്ട്. തൃപ്രയാറിലും ബൈപ്പാസ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ടൗണിനുള്ളിൽ കൂടി തന്നെയാണ് യാത്ര ചെയ്യേണ്ടത്. ചാവക്കാടും ബൈപ്പാസ് പണി പുരോഗമിക്കുന്നതേ ഉള്ളൂ. നിലവിലെ ഗതാഗതം ടൗണിനുള്ളിൽ കൂടി തന്നെയാണ്. യാത്രക്കാരുടെ വിശപ്പ് ശമിച്ച സ്ഥിതിക്ക് വാഹനത്തിൻ്റെ വിശപ്പും കൂടി പരിഗണിക്കണമല്ലോ. ഡീസലൊക്കെ അടിച്ച് മലപ്പുറം റീച്ച് തുടങ്ങുന്ന കാപ്പിരിക്കാട് എത്തിയിട്ടുണ്ട്. അവിടം വരെയുള്ള GPS ട്രാക്കാണിത്. മതിലകം മുതൽ കാപ്പിരിക്കാട് വരെയുള്ള 52.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനെടുത്തത് 1 മണിക്കൂർ 38 മിനിറ്റാണ്. ആവറേജ് സ്പീഡ് അല്പവും കൂടി ഭേദപ്പെട്ട 31.9 km/h. കാപ്പിരിക്കാട് സർവീസ് റോഡിൽ നിന്നും പണികൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലായ മലപ്പുറം റീച്ചിലേക്ക് പ്രവേശിക്കുകയാണ്. നിലവിൽ പ്രവേശിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്പണിങ് റോഡ് മാർക്കിംഗ് പരിശോധിച്ചപ്പോൾ ഒരു എക്സിറ്റ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ നിലവിൽ ഒരു സൗകര്യത്തിന് വേണ്ടി റോഡിലേക്ക് കയറാനുള്ളൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ് ഈ ഒരു എൻട്രി പോയിന്റ് എന്ന് കരുതണം.
ഇവിടെ മെയിൻ ഗാരേജുകളുടെ പണികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും പ്രകാശിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ ഔദ്യോഗികമായി തുറന്നു കൊടുക്കാത്തത് കൊണ്ടാവാം. അതുകൊണ്ട് കാറിൻ്റെ ലൈറ്റിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമൊക്കെ നടന്നിരിക്കുന്നത് കാണാം. കണ്ണൂരേക്കും കോഴിക്കോടേക്കും തൃശ്ശൂരേക്കുമൊക്കെയുള്ള സൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുട്ടുമൂടിയ ഭാഗത്തു നിന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിച്ച ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം അനുഭവിച്ച് തന്നെ അറിയണം. കാറിൻ്റെ ലൈറ്റിന് പുറമെ നല്ലൊരു പ്രകാശവും കൂടി ഉള്ളതുകൊണ്ട് ഹൈ ബീമുകൾ ഉപയോഗിക്കേണ്ടി വരികയില്ല എന്ന് കരുതുന്നു. ഇവിടുത്തെ സൈൻ ബോർഡിൽ കോട്ടയ്ക്കലേക്കും കാസർഗോഡേക്കും മംഗലാപുരത്തേക്കുമൊക്കെയുള്ള ദിശയും ദൂരവുമൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
മറ്റ് പല ദേശീയപാതകളിലും കണ്ടിട്ടുള്ളതുപോലെ വാഹനത്തിൻ്റെ സ്പീഡ് അറിയാനുള്ളൊരു സംവിധാനമാണ് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സ്പീഡ് ലിമിറ്റിനുള്ളിലാണെങ്കിൽ പച്ചയിലും, ലിമിറ്റിൽ ഓവറാണെങ്കിൽ റെഡിലുമായിരിക്കും കാണിക്കുക സ്പീഡ്. ഇത് ഫൈൻ അടിക്കുന്ന സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല. വളാഞ്ചേരി ബൈപ്പാസ് ഇതുവരെ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. അവിടെ ഒരു എൻജിനീയറിംഗ് അട്രാക്ഷനായിട്ടുള്ളൊരു വയാഡക്റ്റൊക്കെ ഉണ്ട്. ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗത്തെ കുറച്ച് പണികളാണ് പൂർത്തിയാക്കാനുള്ളത് എന്നാണ് അറിഞ്ഞത്. എന്തായാലും നിലവിൽ ഗതാഗതം വളാഞ്ചേരി ടൗണിനുള്ളിൽ കൂടി തന്നെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതാണ് എന്ന് തോന്നുന്നു കുപ്രസിദ്ധമായിട്ടുള്ള വട്ടപ്പാറ വളവ്. ഈ വളവും ഒക്കെ ഇനി ദീർഘദൂര യാത്രക്കാർക്ക് ഒരു ഓർമ്മ മാത്രമായി മാറും വളാഞ്ചേരി ബൈപ്പാസ് പൂർത്തിയാകുന്നതോടുകൂടി. മലപ്പുറം ജില്ലയിലെ NH-66 ടോൾ പ്ലാസ വെട്ടിച്ചിറയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയായ മട്ടിലാണ്. ടോൾ പ്ലാസ കഴിഞ്ഞ് കോട്ടയ്ക്കൽ വരെ വീണ്ടും മെയിൻ ഗാരേജിൽ കൂടി തന്നെ യാത്ര ചെയ്യാം. കോട്ടയ്ക്കൽ ബൈപ്പാസും ഏപ്രിൽ 20 തുറന്നു കൊടുത്തിരുന്നില്ല. 1 മാസത്തെ കൂടി പണികൾ ഉണ്ടാകും എന്നാണ് അന്ന് കണ്ട ചില വീഡിയോകളിൽ പറഞ്ഞത്. ഇപ്പോഴ് എന്തായാലും ഗതാഗതം ടൗണിനുള്ളിൽ കൂടി തന്നെയാണ്. മലപ്പുറം റീച്ചിൽ നിലവിൽ സ്റ്റക്കായി പോകുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ്. ഭാരവാഹനങ്ങൾക്ക് പിന്നിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുക ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ യാത്രയിൽ ഒരുപാട് സമയം വേസ്റ്റായിപ്പോയത്.
അങ്ങനെ മലപ്പുറം റീച്ചും ക്രോസ് ചെയ്ത് ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ രാമനാട്ടുകര എത്തിയിട്ടുണ്ട്. ഇവിടെ ഹൈവേക്ക് സമീപം തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. മലപ്പുറം റീച്ചിൻ്റെ GPS ട്രാക്ക് പ്രത്യേകമായി പരിശോധിക്കാം. കാപ്പിരിക്കാട് മുതൽ രാമനാട്ടുകര വരെയുള്ള ഉദ്ദേശം 79 കിലോമീറ്റർ ദൂരം ഓടാനായിട്ടെടുത്തത് 1 മണിക്കൂർ 33 മിനിറ്റാണ്. ആവറേജ് സ്പീഡ് 51 km/h. നേരത്തെ പറഞ്ഞ പോലെ 2 ടൗണുകൾ ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ സർവീസ് റോഡുകളിൽ ഭാരവാഹനങ്ങൾക്ക് പിന്നിൽ സ്റ്റക്കായി ഒരുപാട് സമയം പോയി. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ അല്പം കൂടി മെച്ചപ്പെട്ട ആവറേജ് സ്പീഡ് കിട്ടുമായിരുന്നു എന്ന് കരുതുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയായ കാരോട് മുതൽ രാമനാട്ടുകര വരെയുള്ള ഉദ്ദേശം 400 കിലോമീറ്റർ ദൂരം ഓടാനെടുത്തത് 11 മണിക്കൂറാണ്. ആവറേജ് സ്പീഡ് 36.6 km/h. ഇത് ബ്രേക്കുകൾ ഒഴിവാക്കിയുള്ള സമയമാണ്, ഡ്രൈവിംഗ് ടൈം മാത്രം. രാമനാട്ടുകര മുതൽ കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയായ തലപ്പാടി വരെയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഒരു ചെറിയ ഓർമ്മ പിശകും അതിന് കൊടുക്കേണ്ടി വന്ന വിലയുമെല്ലാം അതിൽ ഉൾപ്പെടുത്താം. ഇതിനേക്കാളും അല്പം കൂടി ദൈർഘ്യം കൂടിയൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി സമയമെടുക്കും. എന്നാലും ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.